കൊട്ടിയൂർ പെരുമയുടെ 16ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. അക്കരെ കൊട്ടിയൂരിലെ ഇളനീർ വെപ്പ് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. പെരുമാളിന്റെ വിളിയായിരിക്കണം പിന്നെയും പിന്നെയും ഇവിടേക്ക് വരാൻ പ്രേരണയായിക്കൊണ്ടിരിക്കുന്നത്. ഈശ്വരീയത്തിന്റെ അർത്ഥം ഏറെ നിഗൂഢമാണ്. ആയില്യാർക്കാവിന്റെ ആത്മകഥകൾ പോലെ ഉത്സവനഗരിയിലേക്ക് അണമുറിയാതെ എത്തുന്ന ജനപ്രവാഹം. ഇതു കണ്ടിട്ടാവണം ബാവലി വിരാടരൂപം കൈവരിച്ചിരിക്കുന്നത്. ദക്ഷയാഗ ഭൂമിയിലേക്ക് കുതിച്ചെത്തിയ ശിവഗണങ്ങളുടെ ഭയാനകത അതുപോലെ പകർത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിച്ചേർന്നവർ ഭാഷയും വേഷവും സംസ്കാരവും എല്ലാം വ്യത്യസ്തരായവരാണ്. എന്നാൽ ഇവരെല്ലാം പെരുമാളിനോടുള്ള ഭക്തി എന്ന ഒറ്റ ചരടിൽ കോർക്കപ്പെട്ടിരിക്കുന്നു. ഡ്യൂട്ടിയാണോ ഇവിടെ? ഞങ്ങൾ ഡ്യൂട്ടിയാണ് ഇവിടെ. പിന്നെ പോലീസിലാ? ഞങ്ങൾ സിവിൽ ഡിഫൻസിന്റെ ഭാഗമായി സിവിൽ ഡിഫൻസ് അബദാമിത്ര. ഇത് പിന്നെ എല്ലാ കൊല്ലം ഉണ്ടാവുന്നുണ്ടല്ലേ ഇവിടെ? എല്ലാ കൊല്ലം ഉണ്ടാകുന്നുണ്ട്. ഈ കൊല്ലം മഴ കൂടുതലാണ്, വെള്ളം കൂടുതലാണ്. അതെ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എക്സ്ട്രാ ഡ്യൂട്ടി ഉണ്ട്. രാത്രി 1 മണി വരെ ഡ്യൂട്ടി ഉണ്ട്. സ്റ്റാഫും കൂടുതലായിരിക്കും അല്ലേ? ആൾക്കാർ കൂടുതലായിരിക്കും. നമ്മളൊരു 7 മണിക്കൂർ. ഇത്തരം ഉത്സവങ്ങൾ പലർക്കും അവരുടെ ജീവിതം കരുപിടിപ്പിക്കാനുള്ള ഒരു ഉപാധി കൂടിയാണ്. കാറ്റ് കടം വാങ്ങിയ നെയ്യമൃതിന്റെ ഗന്ധം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല. ജനസാഗരത്തിൽ ഒരു നീർത്തുള്ളിയായി ഞാനും ഒഴുകി നടക്കുകയാണ്. ഭഗവത് ദർശനത്തിന്റെ അടയാളങ്ങളായി പ്രസാദവും ഓടപ്പൂവും. എരുവട്ടി തണ്ടയാന്റെ സംഘത്തെ ഒരിക്കൽ കൂടി ഞാൻ ഇക്കരെ കൊട്ടിയൂരിൽ വെച്ച് കണ്ടു. പെരുമഴയിൽ 60 കിലോമീറ്ററോളം കാൽനടയായിട്ടാണ് ഇവർ ഇവിടെ എത്തിയിരിക്കുന്നത്. വിശ്വാസം അതുള്ളവർക്ക് മനസ്സിനും ശരീരത്തിനും ലഭിക്കുന്ന ശക്തി അളവറ്റതാണ്. ഇതുകൊണ്ട് ഭക്തി മാത്രമല്ല അർത്ഥമാക്കുന്നത്. കർമ്മങ്ങളിലോ അവനവനിൽ തന്നെയുള്ള വിശ്വാസത്തിലോ ആകാം. പെരുമാളിന്റെ കനിവിന്റെ കരുതലായി ഇക്കരെ കൊട്ടിയൂരിൽ അന്നദാനവുമുണ്ട്. ഇവിടെ എല്ലാവരും നല്ല തിരക്കിലാണ്. ചുറുചുറുക്കോടെ ചിട്ടയായിട്ടാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്ക് മീതെ ഈശ്വരന്റെ ഒരു കയ്യൊപ്പ്. അതാണ് പെരുമാളിന്റെ കൊട്ടിയൂർ ഉത്സവത്തിന്റെ അനുഭവ സാക്ഷ്യം. ഇവിടെ എത്തുന്ന ഓരോ മനുഷ്യനിലേക്കും ഈശ്വരൻ തൻ്റെ അംശത്തെ സന്നിവേശിപ്പിക്കുന്നു.
അത് മഴയായിട്ടാവാം, കാറ്റായിട്ടാവാം, ബാവലിയുടെ സ്പർശനത്തിലൂടെയാവാം. നക്ഷത്രങ്ങളും രാശിയും കുറിച്ച മുഹൂർത്തം ആഗതമായിരിക്കുന്നു. ഇളനീർവെപ്പ് എന്ന അതിവിശുദ്ധമായ ചടങ്ങിനാണ് നാം സാക്ഷിയാവാൻ പോകുന്നത്. ചടങ്ങിന് മുന്നോടിയായി ആകാശത്ത് നിന്ന് മേഘങ്ങളുടെ പനിനീർ വർഷം. മാനവരും ദാനവരും പ്രകൃതിയും ചരാചരങ്ങളുമെല്ലാം കണ്ണും കാതും കൂർപ്പിച്ച് കാത്തിരിക്കുന്ന നിമിഷം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.